ഹായ് ഓൾ, എൻട്രി ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CSEB എക്സാമിനേഷൻ ലാസ്റ്റ് നടന്ന ക്ലർക്ക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. നമുക്കറിയാം 160 ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ കോർ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഓഗസ്റ്റ് 21-ാം തീയതി നടന്ന ക്ലർക്ക് എക്സാമിനേഷൻ്റെ കോർ ടോപ്പിക്കൽ, അതായത് കോർപ്പറേഷൻ അക്കൗണ്ടൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള 100 ക്വസ്റ്റ്യന് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ദ മ്യൂച്വൽ എയ്ഡഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ. മ്യൂച്വൽ എയ്ഡഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ എന്താണ്? നോക്കിയിട്ട് പറഞ്ഞേ, എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ, യെസ്, ഏതാണ്? KOH ആണല്ലേ, KOH ആണല്ലേ. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ജപ്പാനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഇത് കൊക്കുമിൻ ക്യാസായി എന്നാണ് ഇതിൻ്റെ ആക്ച്വലി കറക്റ്റുള്ള ആൻസർ. നമുക്ക് പക്ഷേ ആ ഒരു അത്ര ലെവലിലൊന്നും വേണ്ട. മിക്കതിൻ്റെയും ഫോറിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫോറിൻ സൊസൈറ്റികളെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം ഈസ് റെക്കമെൻഡഡ് ബൈ. ദ മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം ഈസ് റെക്കമെൻഡഡ് ബൈ. എന്താണ്? ഏത് കമ്മിറ്റിയാണ്? നമുക്ക് എപ്പോഴും പറയുമ്പോൾ ഇതിനകത്ത് ഇത്രയും സംഭവം ഉണ്ടല്ലേ, BS ബാവ, GP ബാവ, KS ബാവ അല്ലേ. അപ്പോൾ ഏത് വരും ഇതിൻ്റെ ആൻസർ? നോക്കിയേ, GP ബാവയാണ് കേട്ടോ, GP ബാവയാണ്. പക്ഷേ ഒരു കറക്ഷൻ, ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മളുടെ CSEBയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ബാ അല്ല, BHA എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതെന്തോ നമ്മളുടെ CSEB എക്സാമിനേഷൻ അവർക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ആൻസർ കറക്റ്റാണ്, GB ബാവ എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സ്പെല്ലിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് സൂചിപ്പിച്ച്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സർ വില്യം വെണ്ടർ ആൻഡ് ജസ്റ്റിസ് റാൻഡെ ആർ ഇൻ ദ പ്രപ്പോസേഴ്സ് ഓഫ്. ഓർത്ത് വെക്കുക, വില്യം വെണ്ടർ ആൻഡ് ജസ്റ്റിസ് റാൻഡെ. ഈ ഒരു 2 വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? തക്കാവി ലോസ് ആണല്ലേ. എന്നാണ് തക്കാവി ലോസ്. അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള ക്രെഡിറ്റ് ലോൺസും കാര്യങ്ങളാണ് നമ്മൾ ഇവരുടെ റെക്കമെൻഡേഷൻ, അതായത് ഇവർ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ്സ്. ഈ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ് കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു കറക്ഷനുണ്ട്, ടൈപ്പിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഇവിടെ നോട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഈ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിരുന്നത്, അപ്പോൾ ടൈപ്പിങ്ങിനകത്ത് വന്നിരിക്കുന്ന ഒരു കറക്ഷനാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന മെയിനായിട്ടുള്ള കേസ് ഏതാണ്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ് അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കോപ്പറേറ്റീവ് വാല്യൂസിനെ സംബന്ധിച്ചിട്ടൊക്കെ പറയുമ്പോൾ മ്യൂച്വൽ എയ്ഡുകളും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന കേസിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഏതെന്ന് പറയുന്നത്, ഈച്ച് ഫോർ ഓളും ഓൾ ഫോർ ഈച്ചും. പക്ഷേ അതാണ്ട് ഇവിടെ നോക്കിയുടെ എന്താ തന്നിരിക്കുന്നത്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വേണം? ഇതാണ് തെറ്റായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തും ചെറിയൊരു കറക്ഷൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ്സ് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ്സ് എന്നാണ്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫൗണ്ടർ ഓഫ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ദ ഫൗണ്ടർ ഓഫ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. നമ്മൾ മിക്കപ്പോഴും പറയുന്ന സമയത്ത് നമ്മുടെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്നൊരു കേസ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്,
ഒരു കമ്മീഷൻ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു കമ്മീഷൻ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏത് വ്യക്തിയാണ് ആ ഒരു കമ്മീഷൻ ഹെഡ് ചെയ്ത്, അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിൽ രൂപീകരിക്കണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്ന സൊസൈറ്റി ഹെഡ് ചെയ്ത ചെയർമാൻ ആരാണ്? ആരാണ്? RG സരയ. ക്ലിയർ ആണല്ലോ, ആരാണ്? RG സരയ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഫാദർ എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിട്ടോ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫൗണ്ടർ എന്ന് കോഓപ്പറേറ്റീവ് മേഖലയെ സംബന്ധിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ ആരാണോ റെക്കമെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊരു കമ്മീഷനാണോ അത് റെക്കമെൻഡ് ചെയ്തത്, അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പറയാൻ. ഓക്കെ, ആ ഒരു കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ ആ ഒരു കമ്മീഷൻ്റെ ചെയർമാനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഡാഷ് കാറ്റഗറീസ്. കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഡാഷ് കാറ്റഗറീസ്. ഓക്കെ, എത്രയാണ് കോഓപ്പറേറ്റീവ് ഫാമിംഗ്? അത് നമുക്ക് നല്ലപോലെ അറിയാം. എത്രയാണ്? 4 അല്ലേ. 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് ഷൂൾസ് ഡെലീഷ്യസ് സൊസൈറ്റീസ്. ജർമ്മനിയിലെ ഷൂൾസിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ വരണം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ജർമ്മനിയിലെ റൈഫീഷൻ ആയിരുന്നു. അദ്ദേഹം എവിടെയായിരുന്നു? റൂറൽ ഏരിയയിലായിരുന്നു അല്ലേ. അപ്പം ഷൂൾസ് എവിടെയായിരുന്നു? അർബൻ ഏരിയ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പിന്നെ മറ്റൊരു കേസ്, ഇത് വലിയ വലിയ ആളുകളിലേക്കാണ് എത്തിച്ചിരുന്നതെങ്കിലും ഒരു കാര്യം എന്തൊക്കെ ഓർത്ത് വെച്ചിരിക്കേണ്ട, ചെറിയ ഏരിയ ആയിരുന്നോ? അല്ല. ചെറിയ ഏരിയയിലായിരുന്നോ? അല്ല, ഹ്യൂജ് ഏരിയ ആയിരുന്നു അല്ലേ, അർബൻ ആയിരുന്നു കൂടുതൽ. പിന്നെ റൂറൽ ബേസ്ഡ് മെമ്പർഷിപ്പ്. അപ്പോൾ ഏത് വരും? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, ഏതായിരുന്നു? ഒന്ന് പറഞ്ഞേ. പറയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തെറ്റിദ്ധാരണ ഒന്നും പാടില്ല. ഓക്കെ, പറഞ്ഞോളൂ. ഏത് വരും? ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഏതാണ്? ഷൂൾസിൻ്റെ സൊസൈറ്റി, ജർമ്മനിയിലെ ക്രെഡിറ്റ് സൊസൈറ്റീസിലെ ഷൂൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പറയാം. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ്, കോഓപ്പറേറ്റീവ്സ് ആർ നോട്ട് ഏബിൾ ടു മെറ്റ് ഔട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ നീഡ് ഓഫ് ദ റൂറൽ പീപ്പിൾ. നമ്മുടെ AIRCSC സജസ്റ്റ്, സർവേ കമ്മിറ്റി, ഗോർവാല കമ്മിറ്റി നമുക്ക് സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിനകത്ത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. സർവീസ് ഏരിയ അപ്രോച്ചിനെ കുറിച്ച് ആണോ? അതിനെക്കുറിച്ചിട്ടാണോ നമ്മളിവിടെ പറയുന്നത്? അല്ല, മെയിൻലി അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, വില്ലേജ് അഡോപ്ഷൻ സ്കീമും അല്ല. നമ്മുടെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കോർപ്പറേഷൻ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മളത് പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക, ഇത് സക്സീഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് റൂറൽ ഏരിയയിലെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? നൺ ഓഫ് ദിസ് ആണല്ലേ ആൻസർ.
ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇൻ എനി കേസ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് മന്ത്സ് പേ. ഏത് മാസത്തെ പൈസയെക്കാളിലും അധികരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഗ്രാറ്റുവിറ്റി ഏത് മാസത്തെയാണ്? 15ാമത്തെ മാസത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എക്സാമിനേഷൻ സമയത്ത് അതിൻ്റെ മലയാളം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പല ക്വസ്റ്റ്യനും ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് സെക്രട്ടറി ഓഫ് എ സൊസൈറ്റി മേ ബി ഡിസ്മിസ്ഡ് ബൈ. സെക്രട്ടറി ഓഫ് എ സൊസൈറ്റി മേ ബി ഡിസ്മിസ്ഡ് ബൈ. പലരുടെയും മനസ്സിൽ ഇത് കാണുമ്പോൾ തന്നെ ആദ്യം ചാടി കയറി പോകുന്നത് എന്താണ്? രജിസ്ട്രാറാണ്. ഒരിക്കലുമല്ല. ആരാണ്? ഒരു സബ് കമ്മിറ്റിയാണ്. അപ്പം അവിടെ രജിസ്ട്രാർക്ക് ഇങ്ങനെ പവറുകൾ, ഗവൺമെൻറ്റൊക്കെ ഇങ്ങനെ പവറുകൾ ഉണ്ടെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഒരു സെക്രട്ടറിയെ എപ്പോഴും ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്മിറ്റി വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അയാളെ പുറത്താക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ അടുത്ത ചോദ്യം, ദ ഓഫീസർ ഹു എക്സിക്യൂട്ട് ദ അവാർഡ് ഈസ് കോൾഡ്. സിമ്പിൾ ആണല്ലേ. അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? അവാർഡ് എന്ന് പറഞ്ഞ് അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? സെയിൽസ് ഓഫീസർ ആണല്ലേ. അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? സെയിൽസ് ഓഫീസർ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് നോക്കിയേ, ഡാഷ് ഷാൽ ബി ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് ഉണ്ടായിരിക്കുന്ന, അപ്പം അവിടെ ആളുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഏത് പറയാം? വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ എത്ര എമൗണ്ട് നമുക്ക് അവിടെ പറയാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3/4 അല്ലേ. ഏതാണ് വൈൻഡിങ്? മിനിമം 3/4 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമ്മളുടെ എന്താണ്, ആ ഒരു കോറമാണ് പറയുന്നത്. ദെൻ അടുത്തത് ദ റൂൾ 52 ഡീൽസ് വിത്ത്. റൂൾ 52 ഡീൽസ് വിത്ത്. റൂൾ 52 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്താണ്, ഇവർക്ക് നമുക്ക് കൊടുക്കുന്ന ചാർജസ് ആണ് അല്ലേ, പ്രിവിലേജസിനകത്ത് വരുന്നതാണ് അല്ലേ. സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിവിലേജസിനകത്ത് വരുന്ന ചോദ്യങ്ങളാണ് അല്ലേ ഏത് റൂള് 52 എന്ന് പറയുന്നത്. റൂൾ 52 എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്? ഡിഡക്ഷൻ ഫ്രം സാലറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തത്, ടേം ഓഫ് ദ കോപ്പറേറ്റീവ് arbitration court shall be. The term of cooperative arbitration courtന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ടേം എത്ര വർഷമാണെന്ന്. ഏതാണ്? 3 years ആണ് അല്ലേ. എത്രയാണ്? 3 years ആണ്. നെക്സ്റ്റ്, ആഫ്റ്റർ അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട് ദ റിട്ടേണിംഗ് ഓഫീസർ ഷാൽ സീൽ ഓൾ ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ ഇലക്ഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഒരുമിച്ച് തന്നെ പറയാം കേട്ടോ. ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആരാണ്? റിട്ടേണിംഗ് ഓഫീസർ. നമ്മുടെ ഇലക്ഷനുമായിട്ട് ഒരു സൊസൈറ്റിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്? സെക്രട്ടറി ഓഫ് ദി സൊസൈറ്റി. ആർക്കാണ്? സെക്രട്ടറി ഓഫ് ദി സൊസൈറ്റി. ഇതൊരു തവണ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടുത്തെ ആൻസർ അന്നുണ്ടായിരുന്ന സെക്രട്ടറിക്ക് പകരം ചീഫ് എക്സിക്യൂട്ടീവ് എന്നായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് എന്നുണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ എക്സ് ഒഫീഷ്യ എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് പറയാം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. സെക്രട്ടറിയുടെ പദത്തിന് ഇപ്പം ഏതെങ്കിലും ഒരു മെയിൻ സൊസൈറ്റിയെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ സെക്രട്ടറിക്ക് പകരം മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആൻസറേ നമ്മൾ എഴുതാവുള്ളേ. ഓക്കെ, ദെൻ അടുത്തത്, വൺ ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പർ ഷാൽ റെപ്രസെൻറ്റ് അറ്റ്ലീസ്റ്റ് ഡാഷ് മെമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ സംബന്ധിച്ചിട്ട്? അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ് അല്ലേ. അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ്. അത് ആ റൂളിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയും റൂളിനെ കുറിച്ച് സെക്ഷനും റൂളും ഒക്കെ ചോദിക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ഏതാ ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ എന്തേ ഉള്ളൂ, ഇവിടെ സെക്ഷൻ്റെ റൂളിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഒരു സെൻറ്റൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ചോദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ദെൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കെപ്റ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ എ പീരീഡ് ഓഫ്. A cooperative society shall kept audit certificate for a period of. എത്ര പീരീഡിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഏത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര നാളേക്കാണ്? പെർമനൻ്റ് ആണല്ലേ. പെർമനൻ്റ് ആണ്. ഞാൻ ഒരു കാര്യം ഈ കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാണ്. എല്ലാവരും പറയുന്നു ഓഡിറ്റിനെ കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഇത് ഓഡിറ്റാണ്.
കഴിഞ്ഞ തവണത്തെ വീഡിയോസിലൊക്കെ പറയുമ്പോൾ ഓഡിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് സിലബസിൽ ഇത് പറയുന്നേ എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അതുകൊണ്ടാണ് ഓഗസ്റ്റ് 21-ാം തീയതിത്തെ ക്വസ്റ്റ്യൻസിനകത്ത് ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് ആണല്ലോ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലേ എന്നല്ല, ഓഡിറ്റിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, Dash should prepare a list of members of the cooperative society who are eligible to get assistance from the member relief fund. ആരാണ് ഇതിൻ്റെ ഈ രജിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്ന ആരാണ്? ഈ മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ആരാണ്? ഓർത്ത് വെക്കുക, മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റിക്ക് പുറത്ത് അല്ലെങ്കിൽ മെമ്പർ റിലീഫ് ഫണ്ട് സൊസൈറ്റി അടയ്ക്കുന്ന കാര്യമാണ്. അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർ അടയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും സൊസൈറ്റിക്ക് അകത്തുള്ള ആളല്ല ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ ചില ആൻസറിലേക്ക് എത്തേണ്ട ട്രിക്കുകൾ അതാണ്. ചില വേർഡുകൾ നമ്മൾ കിട്ടുമ്പോൾ അത് ഇതെവിടെ നടക്കുന്നു, ഇതിന് പുറത്തേക്ക് പോകുന്നുണ്ടോ അതോ അകത്തേക്കാണോ വരുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതാരാണ്? എപ്പോഴും രജിസ്ട്രാറാണ്. ആര്? രജിസ്ട്രാർ. ഓക്കെ, ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയും. ഓരോ ക്വസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം എന്നുള്ളത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കും. ഓക്കെ, അത് എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, ഡാഷ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് ദ അൺഫോർസീൻ ലോസസ്. അൺഫോർസീൻ ലോസസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അൺഫോർസീൻ ലോസസ് ചില ടേം കേൾക്കുമ്പോൾ അൺഫോർസീൻ ലോസസ് ഏതാണ്? യെസ്, റിസർവ് ഫണ്ടാണ് അല്ലേ. അപ്പം റിസർവ് ഫണ്ട് ഓർത്ത് വെക്കേണ്ട പല മേഖലകളുണ്ട്. ജനറൽ റിസർവ് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. സിമ്പിളാണ്, ഒരു മാല പോലെ അങ്ങ് ഇരിക്കും, ഒരു സൈഡിൽ കൂടെ കയറിയാൽ മതി, എളുപ്പമാണ്. ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡിറ്റ് ഫീ ഓഫ് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ബേസ്ഡ് ഓൺ ദി, ഓർത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞ്, ഓഡിറ്റ് ഫീ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ്? ഏത് രീതിയിലാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇതാണല്ലോ നമ്മളെ കോർപ്പറേഷൻ ഇപ്പം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് എന്തില്ല? ഓഡിറ്റ് ഫീ ഇല്ല. അവർക്ക് എന്തില്ല? അത് നമ്മളെ ഭരിക്കുന്നതുകൊണ്ട് ഓഡിറ്റ് ഫീ ഇല്ലെന്നല്ല, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് എന്തില്ല? ഓഡിറ്റ് ഫീ ഇല്ല. ദെൻ നെക്സ്റ്റ്, if the service of the probationer is found not satisfactory, he shall be dismissed by the managing committee with the prior permission of. അപ്പോൾ ഒരു ജീവനക്കാരനെ, ഒരു സർവീസുള്ള ഒരു പ്രൊബേഷണറിനെ പുറത്താക്കണമെങ്കിൽ മാനേജിങ് കമ്മിറ്റിയാണ് അത് ഡിസ്മിസ് ചെയ്യുന്നതെങ്കിലും വിത്ത് പ്രയർ ഓഫ് ആരാണ്? ഒരു പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. അതാരായിരിക്കും? ഒന്ന് പറയാൻ ഒരു മിനിറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അത്ര നല്ലതല്ല എങ്കിൽ പുറത്താക്കണം. ആരുടെ അനുവാദം വേണം, അല്ലെങ്കിൽ ആരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ? യെസ്, രജിസ്ട്രാർ. അതായത് ഒരു നിയമിക്കുന്നത്, നമ്മൾ ഒരു ക്ലർക്ക്, സെക്രട്ടറി പോലുള്ള പോസ്റ്റുകളിൽ ആളെ നിയമിക്കാൻ സഹായിക്കുന്ന റിക്രൂട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അവിടുന്ന് അവർ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് ആ ജോലിയിൽ നിന്നും മാറ്റുന്നതിനെക്കുറിച്ചുള്ള അനുവാദം നൽകേണ്ടത് പിന്നെ ആരല്ല? CSEB അല്ല, പിന്നെ ആരാണ്? രജിസ്ട്രാറിലാണ് അതിൻ്റെ ചുമതലകൾ കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് നോക്കിയേ, for registering a cooperative society, the registrar shall examine whether the objects of proposed society is in accordance with ഏതാണ്? നോക്കിയേ, ഒബ്ജക്ട്സ് അല്ലേ. അതായത് ബൈലോ സംബന്ധിച്ചിട്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എപ്പോഴും? ഏതാണ്? സെക്ഷൻ 4. ദെൻ അടുത്തത് നോക്കി, the registrar shall issue a duplicate registration certificate on the basis of. Registrar shall issue a duplicate registration certificate on the basis of. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? the audit certificate
The audit certificate and the records available with the registrar. ചുമ്മാ അതായത് ഇപ്പോൾ നമ്മളുടെ ഒരാളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും പ്രശ്നം പറ്റി നമുക്കതിൻ്റെ ഒരു കോപ്പി വേണം. അതിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്, അത് ഇഷ്യൂ ചെയ്യേണ്ടത് രജിസ്ട്രാറാണ്. അത് വെറുതെ അങ്ങ് എഴുതി കൊടുക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മളിത് ആദ്യമേ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനവും റെക്കോർഡ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു രജിസ്ട്രാർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ദെൻ അടുത്ത നോക്കിയാൽ ഇൻ ദ കേസ് ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ജനറൽ ബോഡി ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ പാസ് എ റെസൊല്യൂഷൻ വിത്ത് ഡാഷ് മെജോറിറ്റി. അതായത് നമ്മളെ അസറ്റുകൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് സംസ്ഥാന സഹകരണ. ഇപ്പം നമ്മൾ കേരള ബാങ്ക് ആയതുകൊണ്ട് ഈ അമെൻഡ് ചെയ്തിട്ടില്ല, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റണമെങ്കിൽ അതിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ മെജോറിറ്റി ആയിരിക്കും. ഒരു ചെറിയൊരു മെജോറിറ്റി മതി. അവിടെ ആ ഒരു ജനറൽ ആളുകളുടെ ഇത്ര ശതമാനം എന്നൊന്നുമില്ല, ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും, പാസ്സാക്കുവാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് ജനറൽ ബോഡി ഓഫ് ദി സൊസൈറ്റി ഷാൽ പാസ് എ റെസൊല്യൂഷൻ ടു പ്രൊമോട്ട് എ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ്. ആരുടെ അപ്രൂവലാണ് വേണ്ടുന്നത്? ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിട്ട് കാര്യം എപ്പോഴും വന്നാലും സൊസൈറ്റിയുടെ രാജാവ് എപ്പോഴും ആര് തന്നെയാണ്? രജിസ്ട്രാർ ആണ് അല്ലേ. സൊസൈറ്റിയുടെ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ ഓവറോൾ നോക്കുന്നത് എപ്പോഴും ആരിൽ നിക്ഷിപ്തമായിരിക്കും? ആ ജോലികളെല്ലാം രജിസ്ട്രാറിൽ അല്ലേ. ഞാൻ അടുത്ത നോക്കിയത് ദ ഡാഷ് ഓഫ് എ മീറ്റിംഗ് ഈസ് ദ റിട്ടൺ റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും ഒക്കെ ഏതാണ്? മിനിറ്റ്സ് ബുക്കിലാണല്ലേ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് അജണ്ടയിൽ പറയുന്നത്. നോട്ടീസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യമാണ്. ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ മെജോറിറ്റി, എത്ര ആളുകൾ അതിനെ പിന്താങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരുമ്പോൾ അത് എത്ര പേര് ചേർന്നിട്ടാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പേർക്ക് അത് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളാണ് കോറം വെച്ച് പറയുന്നത്. ഒരു പ്രൊസീഡിങ്സ് മൊത്തം രജിസ്റ്റർ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഴുതി വെക്കപ്പെടുന്ന റെക്കോർഡ് എപ്പോഴും ഏതാണ്? മിനിറ്റ്സ് ആണ് കേട്ടോ. മിനിറ്റ്സ് ബുക്ക് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ജനറൽ ബോഡി ഷാൽ നോട്ട് ഇൻ്റർഫെയർ ഇൻ ദ പവേഴ്സ് ഓഫ് കൺസേൺഡ് ടു. ഒന്ന് നോക്കി, ദ ജനറൽ ബോഡി ഷുഡ് നോട്ട് ഇൻ്റർഫെയർ ദ പവേഴ്സ് കൺഫേർഡ് ടു. ആരാണ്? ജനറൽ ബോഡിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ, അവരുടെ പവേഴ്സിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഏത് വരും? ക്ലിയർ ചെയ്തേ. മാനേജിങ് കമ്മിറ്റി ആണോ, സബ് കമ്മിറ്റി ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഒരു ജനറൽ ബോഡി ഈ നോട്ട് ഇൻ്റർഫെയർ ആണല്ലേ, ഇൻ്റർഫെയർ ചെയ്യരുത്. ആരുടെയാ? ഈ 3 പേരുടെയും കാര്യത്തിൽ ഇടപെടരുത്. ആര്? ജനറൽ ബോഡി എന്നുള്ളതാണ്. ഓക്കെ, ആ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ഓഫ് ദിസ്. കാരണം മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധമുള്ളതാണ് സബ് കമ്മിറ്റിയും കാര്യങ്ങളും. ഇതിലെല്ലാം നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി വെക്കുന്നതാണ്. നമ്മൾ അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നതും. ചീഫ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ. അപ്പോൾ ഇവരുടെ ജോലികളിൽ ആര് തടസ്സപ്പെടുത്തരുത്? ജനറൽ ബോഡി. പിന്നെ ഇത് പരാതി ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് അടുത്തത്, ഇഫ് ദ കമ്മിറ്റി ഫെയിൽസ് ടു convene the annual general body within 6 months of the close of the financial year, the registrar shall convene it within dash from the date of expiry. എത്ര ദിവസത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആനുവൽ ജനറൽ ബോഡിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വേണമൊക്കെ നടത്തണമെന്നുള്ള കാര്യം അത് 6 മാസത്തിനകത്ത്, അതായത് നമ്മളുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്, നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എത്ര നാളുകൾക്കകമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 90 ഡേയ്സ്. മറക്കരുത്, ഡേയ്സിൻ്റെ കാര്യം മറക്കരുത്. 90 ഡേയ്സ്. എല്ലാ വട്ടവും ഡേയ്സിനെ സംബന്ധിച്ചിട്ട് ഒരു ചോദ്യം ഉള്ളതാണ്. ദെൻ അടുത്ത എന്താണ്? Okay, the government shall nominate its representatives in the managing committee of that societies only. ഏത് സൊസൈറ്റീസ് ആണ്? ഒന്ന് ആലോചിച്ചിട്ട് നോക്കിയേ.
അതായത് ഒരു മാനേജിങ് കമ്മിറ്റി നമുക്കറിയാം ഗവൺമെൻറ് നോമിനീസ് ഏതൊരു മാനേജിങ് കമ്മിറ്റിക്കകത്തും ഉണ്ട്. അത് എങ്ങനെയുള്ളതിലായിരിക്കും അസിസ്റ്റഡ് സൊസൈറ്റീസിൽ മാത്രമേ ഉള്ളൂ. എപ്പെക്സ് സൊസൈറ്റീസ് പോലെ ഓരോന്നിനെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റഡ് സൊസൈറ്റീസിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, ഇൻവോൾവ്മെൻറ്റ് നോമിനീസിനെ തീരുമാനിക്കുന്ന കാര്യം. ദെൻ അടുത്ത നോക്കി, ഫോർ ദ സർവീസ് റെൻഡഡ് ബൈ ദ മെമ്പർ ടു ദി സൊസൈറ്റി എ പേയ്മെൻറ്റ് നോൺ ആസ് ഡാഷ് മേ ബി പെയ്ഡ്. ശ്രദ്ധിച്ച് പറഞ്ഞു, ഒരു സർവീസിന് നൽകുന്ന പേയ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, ഒരു സർവീസിന് നൽകുന്ന പേയ്മെൻറ്റിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ അത് ഏത് വരും, ആർക്കാണ് കൊടുക്കുന്നത്, മെമ്പറാണ്. ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ അതിന് നമുക്ക് സാലറിയോ വേജസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു മെമ്പറിന് കൊടുക്കുന്നതാണ്. അതിന് പറയുന്നത് ഏതാണ്, ഹോണറേറിയ. നമ്മൾ ഓണററി അല്ലെങ്കിൽ നമുക്ക് അവരുടെ ചിലവിന് വേണ്ടി കുറച്ച് പൈസ ഓണറേറിയം കൊടുക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ ഹോണറേറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെമ്പർ ആയതുകൊണ്ടാണ് ഈ ലെവൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത്, എ അപ്പീൽ അഗൻസ്റ്റ് എ അവാർഡ് അണ്ടർ സെക്ഷൻ 70 ഓർത്ത് വെച്ച്, സെക്ഷൻ 70യെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ടു ബി ഫയൽഡ് ബിഫോർ ഏതാണ്, ട്രിബ്യൂണലാണല്ലേ, ഏതാണ്, ട്രിബ്യൂണൽ. ഓർത്ത് വെക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 91-ലാണെന്നുള്ള കേസാണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ട്രിബ്യൂണലിനെ സംബന്ധിച്ച് രണ്ടിടത്ത് പറയുന്നുണ്ട് നമ്മുടെ KCS ആക്ടിൽ. ആ രണ്ടും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ പവർ ടു റിസൈൻഡ് എനി റെസൊല്യൂഷൻ ഓഫ് എ ജനറൽ ബോഡി ഓർ എ കമ്മിറ്റി വെസ്റ്റേഴ്സ് വിത്തിൻ ദി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതായത് ഏതൊരു റെസൊല്യൂഷൻ, ഒരു ജനറൽ ബോഡി ആയിക്കോട്ടെ, ഏതൊരു കമ്മിറ്റി ആയിക്കോട്ടെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് കൂടുതൽ കൺട്രോൾ ഒക്കെ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, കോർപ്പറേഷൻ്റെയൊക്കെ രാജാവാണല്ലേ. ആരാണ്, രജിസ്ട്രാറാണ്. ഞാനിങ്ങനെ പറയുന്നത്, കോർപ്പറേഷൻ്റെ രാജാവ് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ നയിച്ചു കൊണ്ടുപോകുന്ന ആൾ എപ്പോഴും ഓവറോൾ കാര്യങ്ങൾ എപ്പോഴും ആരുടെ കയ്യിൽ തന്നെയാണ്, രജിസ്ട്രാറിലാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്, പാർട്ട് 1. ഇനി പാർട്ട് 2 തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു പോയത്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സുകളായിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ഉള്ള സെപ്പറേറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.